സകലവനെയും പൊക്കണം. ഞങ്ങളുടെ കാലത്തുള്ളതാണോ മറ്റേ കാലത്തുള്ളതാണോ ഈ കാലത്തുള്ളതൊന്നും വിഷയമല്ല. സ്വർണ്ണക്കൊള്ള മുക്കാൻ വേണ്ടി, ഇപ്പം നടന്ന സ്വർണ്ണക്കൊള്ള മുക്കാൻ വേണ്ടി, രഹസ്യമായി നടന്ന സ്വർണ്ണക്കൊള്ള മുക്കാൻ വേണ്ടി പരസ്യമായി കൊടുത്ത വാജി വാഹനത്തിൻ്റെ കഥയും എടുത്തുകൊണ്ട് വരരുത്. ഇത് ഞാനല്ല പറയുന്നത്, മുൻ പ്രതിപക്ഷ നേതാവും KPCCയുടെ പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള വളരെ ആദരണീയനായിട്ടുള്ള സീനിയർ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ്. കറക്റ്റ് അല്ലേ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തിനെ പറയാൻ കാണിച്ചൊരു ധൈര്യം ഉണ്ടല്ലോ. അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും കൂടെ വാജി വാഹനം വന്ന് കൊടുത്തത് ഈ കൃത്യമായ ഒരു ഉപദേശത്തിൻ്റെ അടിസ്ഥാനമാണ്. പ്രത്യേകിച്ച് താന്ത്രിക വിദ്യപ്രകാരം വാജി വാഹനം കൊടുക്കാനുള്ള വകുപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് വാജി വാഹനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതേസമയം 1992 ഒരു ഉത്തരവ് ആരിറക്കിയിട്ടുണ്ട്, ദേവസ്വം ബോർഡ് ഇറക്കിയിട്ടുണ്ട്. ഈ അമ്പലത്തിലെ എല്ലാ വസ്തുക്കളും, അത് വാജിവാഹനമായാലും അവിടുത്തെ വിഗ്രഹങ്ങളെ എല്ലാ വസ്തുക്കളും ദേവസ്വത്തിൻ്റെ സ്വത്താണ്, വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് 92 ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതിനുശേഷം കേസ് കോടതി പോയിട്ടുണ്ട്. ശ്രീവരാഹം ക്ഷേത്രത്തിലെയും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെയും എറണാകുളം ക്ഷേത്രത്തിലെയും വാജിവാഹനത്തെ സംബന്ധിച്ച് കേസ് വന്നു. ആ കേസിൽ ഈ തന്ത്രിമാർ തന്ത്രസമുച്ചയത്തിൽ തന്ത്രിമാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് കോടതി ഈ തന്ത്രിമാർക്ക് അനുകൂലമായിട്ടാണ് വിധി പറഞ്ഞത്. പക്ഷേ എന്തായാലും അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പക്ഷേ എന്താണ് ഇത് സംബന്ധിച്ച് നമ്മുടെ തന്ത്രസമുച്ചയത്തിൽ പറയുന്നത്, ഞാനത് അതുപോലെ വായിക്കാം. പക്ഷേ വായിക്കുമ്പോൾ എന്തെങ്കിലും സംസ്കൃതമാണ്, അപ്പോൾ അത് മലയാളത്തിലാക്കി വായിക്കുന്നതാണ്. ഉത്പാട്യോക്ത വദൽപബിംബ ഉപനീയാധോ ബഹിം സന്ദഹേത് ഗോസർപ്പി സ്നപിതം തദർഹത ഹനേ തത് ദാരവം ചേത് ഗുരു ലൗഹം ചേത് ഗുരുവേ സമർപ്പയതു തത് വിദ്യാവ്യ യജ്വാദവ ചിത്വാ നാളമിതം വിശ്വദ ശുശുഭം തത് കൗതുകം കൽപ്പയേത്. മുൻ ചെന്ന പ്രകാരം ജീർണമായ ബിംബം ഇളക്കി മാറ്റി പരിധിക്ക് പുറത്ത് കൊണ്ടുവന്നാൽ അത് മരം കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ പശുവിൻ്റെ നെയ്യിൽ അഭിഷേകം ചെയ്ത് യോഗ്യമായ അഗ്നിയിൽ നിർമാല്യധാരിയെ ആവാഹിച്ച് പൂജിച്ച് ഗുരു സ്വയം ദഹിപ്പിക്കണം. അപ്പോൾ തന്ത്രിയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അത് ലോഹത്തിൽ ഉണ്ടാക്കിയതാണെങ്കിൽ യജമാനൻ വിഗ്രഹം ഒരുക്കി ശുദ്ധമായ ലോഹരൂപത്തിലാക്കി ഗുരുവിന് സമർപ്പിക്കണം, തന്ത്രിക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നാളം ബന്ധന ഭാഗം മുറിച്ച് ശുദ്ധീകരിച്ച് മനോഹരമാക്കി ആ ദേവതയുടെ തന്നെ കൗതുക വിഗ്രഹമായി യാത്രാബിംബം, ശിവേലിത്തിടമ്പ് എന്നിവയായി കണക്കാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ഈ പ്രശ്നം കിടക്കുന്നതുകൊണ്ട്, പേപ്പർ കിടക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിൽ തർക്കമുണ്ട്. ആ തർക്കത്തിൽ കുരുങ്ങി, ഞാനിത് പറയാൻ കാരണം ഈ തർക്കത്തിൽ കുരുങ്ങി SIT മറ്റ് അന്വേഷണത്തിൽ കുരുക്കരുത്. ഇത് ഓക്കെ, സമ്മതിച്ചു, വാജിവാഹനം കൊടുത്തതും തിരിച്ചെടുത്തതൊക്കെ ഓക്കെ. പക്ഷെ അതിൽ കുരുങ്ങി ഈ LDF വേഴ്സസ് UDF എന്നുള്ള രീതിയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോയി യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടരുത്. മുക്കിയ സ്വർണം എവിടെയെന്നറിയണം, ആർക്ക് കൊടുത്തു എന്നറിയണം, ഏതൊക്കെ രാജ്യങ്ങളിൽ പോയെന്നറിയണം, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പോയെന്നറിയണം, ഏതൊക്കെ വ്യക്തികൾക്ക് പോയെന്നറിയണം. അത് മുഴുവൻ വസ്തുക്കളും കിട്ടേണ്ടതാണ്. അതിനാവശ്യമായ CBI അന്വേഷണമോ അല്ലെങ്കിൽ ഇന്റർപോളിൻ്റെ അന്വേഷണമോ ഒക്കെ വരണം എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അത് തന്നെയാണ് പൊതുവികാരം. അതുകൊണ്ട് ശബരിമലയിൽ ഈ വാജിവാഹനം എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥ പ്രശ്നത്തെ ഉടക്കി കുത്തിത്തിരിപ്പുണ്ടാക്കി അത് മോശമാക്കാതെ ഇരിക്കണം. അതാണ് വളരെ പ്രധാനം.